എൻ്റെ പേര് മൊയ്തീൻ പുത്തനത്താണി. ഒട്ടേങ്ങൽ ആണ് കുടുംബ പേര്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളെ പുത്തനത്താണിയിൽ യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ഒരു സംരംഭം ഇതുവരെ ഉണ്ടായിരുന്നില്ല. വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു സെറ്റിങ്സ് ഇവിടെ നടത്തിയതിൽ, ഇതിൻ്റെ നടത്തിപ്പുകാർക്കും ഇതിൻ്റെ ഭാരവാഹികൾക്കും ഒക്കെ. അപ്പോൾ ഒന്നാമത് നമ്മളെ സംബന്ധിച്ച് ചെടികൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ, ഫലവൃക്ഷങ്ങളൊക്കെ വളർത്തുക എന്നുള്ളത് ഒരു അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു വലിയ നന്മ കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നഴ്സറികൾ ഒരു വലിയ സംരംഭമായി വളരട്ടെ എന്ന് ആശിക്കുകയാണ്. ഇത് KG പേരയാണ്. ഇത് KG പേര് നമ്മൾ 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പേരയ്ക്ക് കായ്ച്ചു നിൽക്കുന്നതാണ്. ഇത് തായ്ലാൻഡ് പിങ്ക് ജാക്കാണ്. നമ്മൾ എല്ലാവരും ഇപ്പോൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാവും. പക്ഷേ ഈ പിങ്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, പക്ഷേ നല്ല അകത്ത് നല്ല ചുമപ്പ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ്. അപ്പോൾ നമ്മളിതൊക്കെ മോഹിത് നഗറാണ്. ഇതൊക്കെ നമ്മൾ 60 രൂപയ്ക്കൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ബട്ടർ ഫ്രൂട്ട് കളക്ഷൻ നമ്മളെ നാട്ടിൽ കായ്ക്കോ എന്ന് സംശയത്തോടെ കസ്റ്റമർ ചോദിക്കുന്ന ഐറ്റമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും കായ്ക്കും, ഉറപ്പായിട്ട് കായ്ക്കും. വീഡിയോ കണ്ടുവരുന്ന എന്തായാലും അടുത്ത ആൾക്കാർക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ നല്ല ഡിസ്കൗണ്ടിൽ കൊടുക്കാം, ഉറപ്പാണ്. പറയണം കേട്ടോ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാരാണെന്ന്. ഇത് മല്ലിക മാവാണ്, ആന്ധ്ര മല്ലികയാണ്. ഇതിപ്പോൾ നമ്മൾ റേറ്റ് 12,000 13,000 ഒക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു പുതിയ ഓപ്പൺ ചെയ്ത് എന്നുള്ള നിലയ്ക്ക് ഈ ഒരാഴ്ചത്തേക്ക് നമ്മൾ ഒരു ഓഫറാണ്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി കാർഷിക നഴ്സറിയിലാണ് കേട്ടോ. ഇന്ന് ഇനാഗുറേഷൻ ചെയ്ത ഈ ഒരു നഴ്സറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് തന്നെ മാക്സിമം ശ്രമിക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളെ മറ്റു സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. നമ്മുടെ പുത്തനത്താണിക്ക് പുതിയൊരു നിറച്ചാർത്ത് അല്ലെങ്കിൽ ഒരു ഹരിത പുത്തനത്താണി എന്ന ഒരു ഇതോടെ പറയാം. നമ്മുടെ നിലവിൽ കാർഷിക ഒരു നഴ്സറി ഇന്നിവിടെ ആരംഭിക്കുകയാണ് പുത്തനത്താണി തിരുനാവായ റോട്ടിൽ. ഈ ഒരു മേഖലയിൽ മറ്റും ഫാമുകളും നഴ്സറികളൊക്കെ നടത്തി പരിചയമുള്ള സുബൈർ ഖാൻ്റെയാണ് ഈ പുതിയ സംരംഭം. നമുക്കറിയാം പഴയ കാലങ്ങളിൽ നിന്നൊക്കെ മാറി. മുമ്പൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളും പറമ്പും തൊടികളൊക്കെ ഉള്ളവരായിരുന്നു. സാധാരണ ഫലവൃക്ഷ തൈകളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഏത് ചെറിയ സ്ഥലത്തും നമുക്ക് എല്ലാ ഫലവൃക്ഷങ്ങളും വെക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ചെടികളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ഈ മേഖലയിലൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. ആ രീതിയിൽ എല്ലാവിധ ചെടികളായാലും ഫലവൃക്ഷ തൈകളാണെങ്കിലും അത് നല്ല ഗുണമേന്മയുള്ള തൈകളായിട്ട് തന്നെ ഇവിടുന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഉപകാരപ്പെടുത്തണം. ഇവിടെ ഒരിക്കലെങ്കിലും ഒന്ന് സന്ദർശിക്കണം. ഇത്ര മാത്രമാണ് പറയാനുള്ളത്. ഇത് നമ്മളെ സുഹൃത്ത് സുബൈർ, അദ്ദേഹത്തിൻ്റെ നഴ്സറിയാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പണാണ്. അദ്ദേഹത്തിൻ്റെ നഴ്സറി ഓപ്പണാക്കാരൻ നഴ്സറി ഓൾറെഡി ഉള്ളതാണ്. അതൊന്നും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും പോകാനും വരാനും എടുത്തുകൊണ്ട് പോകാനൊക്കെ ഉള്ള സൗകര്യത്തിന് ഈ പുത്തനത്താണിയിലെ സെൻട്രലിൽ തന്നെ കൊടുന്ന് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ആദ്യത്തെ നഴ്സറി കുറച്ച് ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു, എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ ഇവിടെ പുതിയ വെറൈറ്റി സാധനങ്ങൾ, ബോഗൺവില്ല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട്. പിന്നെ അത് തിരുനാവായ റോട്ടിലാണ്. അപ്പോൾ എല്ലാവരും ഇന്നിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് എല്ലാവരും വരണം. ഇവിടെ നിങ്ങൾക്ക് ഇനി നമ്മളെ സുബൈർ തന്നെ ഒക്കെ പരിചയപ്പെടുത്തി തരും ചെടികളൊക്കെ. ഇത് നമ്മുടെ നഴ്സറിയുടെ ആദ്യ വിൽപ്പന KCക്കാണ് നിർവഹിക്കുന്നത്. കുഞ്ഞാക്കയാണ് ഏറ്റുവാങ്ങുന്നത്. നമ്മളെ കോട്ടയ്ക്ക് നിന്ന് വന്ന കുഞ്ഞാക്ക. ഇത് അറക്കാക്കിരൻ പേരയാണ് കേട്ടോ. അറക്കാക്കിരൻ എന്ന് പറയുന്ന പേരാണ്. വെട്ടിച്ചിറ മുൻപുണ്ടായിരുന്ന സുബൈറിൻ്റെ നഴ്സറിയിൽ നിന്ന് ഇപ്പോൾ കുറേ വിപുലീകരിച്ചുകൊണ്ട് പുത്തനത്താണിയിലേക്ക് മാറ്റിയ നഴ്സറി. ഞങ്ങളെല്ലാവരും സുബൈറടക്കം എല്ലാവരും ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നഴ്സറികളിൽ നിന്ന് സാധനം വാങ്ങിച്ച പരിചയമുള്ളത് കൊണ്ട് തന്നെ പറയുകയാണ്, ഈ നഴ്സറിയിൽ ഒരുപാട് വിലക്ക് വ്യത്യാസമുണ്ട്. കുറഞ്ഞ നിരക്കിൽ നമുക്ക് സാധനം ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ ഒരു നഴ്സറിയിലേക്ക് സ്വാഗതം ചെയ്യുക. സുബൈർ ആക്കാൻ തുടങ്ങിയത് പുത്തനാണി പുതിയൊരു നഴ്സറി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ പല നഴ്സറിയിലും ഞാൻ പോയിട്ടുണ്ട്, പല വഴിക്കും. അതിലും മൂപ്പരാളത്തിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിൽ വിലക്കുറവിൽ ഞങ്ങൾക്ക് എവിടുന്നും കിട്ടിയിട്ടില്ല. അത്രക്കും സൂപ്പർ പ്ലാന്റുകളാണ് കാര്യങ്ങളൊക്കെ. എല്ലാ ഇതിലും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരു അംഗം കൂടിയാണ് മൂപ്പരാൾ. എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക, ഒന്ന് കണ്ട് പോവുക, വാങ്ങാനുള്ളവർ വാങ്ങുക, സാധനങ്ങൾ ഒക്കെ ഒന്ന് വില അറിയാം എല്ലാവർക്കും. മറ്റുള്ള നഴ്സറിനെക്കാട്ടിയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക നഴ്സറികൾ, തൈകൾ. ഹലോ, നമസ്കാരമുണ്ട്.
എൻ്റെ പേര് സുബൈർ, പുത്തനത്താണിയാണ്. ഞാൻ 4 വർഷക്കാലമായിട്ട് നഴ്സറി മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വെട്ടിച്ചിറയിലാണ് നമ്മുടെ ഒരു മിക്സഡ് ഫാം ഉള്ളത്. വെട്ടിച്ചിറ ഫാം ടു നഴ്സറി, അതേപോലെ കരിപ്പോൾ നഴ്സറി. ഇപ്പോൾ പുത്തനത്താണിയിൽ ഒരു പുതിയ നഴ്സറി ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ആണ്. മൂന്നാമത്തെ. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ്. ഫ്രൂട്ട്സ്, ഫ്ലവർ ഐറ്റംസുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളിവിടെ കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും റീസണബിൾ ആയിട്ട് റേറ്റ് നമ്മൾ കൊടുക്കും. യാതൊരു സംശയമില്ല, നമുക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ 3 ഔട്ട്ലെറ്റ് ഉണ്ടായതിനെ കൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ലോഡ് വന്നിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സാധാഗതിയിലുള്ള ചില്ലറ പർച്ചേസ് അല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ നമുക്ക് പരമാവധി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് റേറ്റിനെ ഫോക്കസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഈ ഒരു വീക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫർ ആയിട്ട് കൊടുക്കും? തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ കഴിയും. നിർബന്ധമായിട്ട് ഒരാഴ്ചത്തേക്ക് നമുക്ക് എന്തായാലും പുതിയൊരു ഔട്ട്ലെറ്റ് തുറന്നത് എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്ത് ഈ ആഴ്ചത്തേക്ക് നമുക്ക് ഒരു 1 ഓഫറായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് 1000 രൂപക്കൊക്കെ കൊടുക്കുന്ന പ്ലാന്റ് നമുക്ക് ഒരു 800 രൂപ വെച്ച് കൊടുക്കാൻ കഴിയും. സ്പോട്ടിൽ 200 രൂപ ഡിസ്കൗണ്ട്. യാതൊരു സംശയമില്ല, 200 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ കഴിയും. നമുക്ക് വില പറഞ്ഞുകൊണ്ട് പ്ലാന്റ് ഒന്ന് പരിചയപ്പെടുത്തിയാൽ. അതോടെ നമ്മളൊരു സ്റ്റാഫ് ഉണ്ട്. നമ്മുടെ സ്റ്റാഫ് നിർബന്ധമായിട്ടും സ്റ്റാഫാണ് നമ്മൾ നിന്ന് ആളുകൾക്ക് നമ്മൾ സാധനം കൊടുക്കേണ്ടത്. അപ്പോൾ അവർ തന്നെ ആവട്ടെ ഇതിൻ്റെ റേറ്റിനെയും പറയേണ്ടത്. ഇത് KG പേരയാണ്. ഇത് KG പേര് നമ്മൾ 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പേരയ്ക്ക് കാഴ്ച നിൽക്കുന്നതാണ്. ഇതൊരു ഏകദേശം ഒരു പേരയ്ക്ക് KG പേര എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു 800 ഗ്രാമോളം നമുക്കൊരു തൂക്കം ഉണ്ടാവുന്ന പേരയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാണ്ട് റെഡ് ആപ്പിൾ ഗുവ, ഇതൊക്കെ 250 രൂപയാണ്. ഇതൊക്കെ പൂവിട്ടതാണ്, എല്ലാം പൂവിട്ടതാണ്. ജസ്റ്റ് പ്ലാന്റ് ഒന്ന് എടുത്ത് പിടിക്കാം, അതിന്റെ സൈസ് ഒന്ന് കാണാനേ. അടിപൊളിയായിട്ട് പൂവിട്ടാണല്ലേ, കായ വന്ന് തുടങ്ങിയതാണ്. പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഇത് അർക്കാക്കിരൻ. ഇതൊക്കെ 150 രൂപയാണ്. എല്ലാം പൂവിട്ട് തുടങ്ങിയ പേരയ്ക്ക് കണ്ടോ, അർക്കാക്കിരൻ. ഈ ഒരു പ്ലാന്റ് 150 ഒന്ന് എടുത്ത് പിടിക്കും. 150 ഈ വലിപ്പമുള്ള പ്ലാന്റുകൾക്കല്ലേ? അതെ, കായ വന്നതാണ്. പൂ പിടിച്ച് ഇതൊക്കെ നമുക്ക് ചട്ടിയിൽ വെച്ചിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന അതേ വെറൈറ്റി ആണല്ലേ? ആണ്. അകത്ത് ചെറിയ ചുമപ്പുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒത്തിരി കായ്ക്കും കേട്ടോ. ഇത് ഇതാണല്ലേ ഇതിന്റെ ഒരു ഫോട്ടോ വരുന്നത്? ഓക്കെ. ഇതേതാ വരുന്നത്? ഇത് തായ്വാൻ ഗുവയാണ്. ഇതൊക്കെ പേരയ്ക്ക് കായ്ച്ചതൊക്കെ 150 രൂപയാണ്. ഈ കാഴ്ച പേരുള്ളത് തായ്വാൻ ഗുവ അല്ലേ? പിങ്ക് ഗുവ. പിങ്ക് ആണ്, ഉൾഭാഗം പിങ്ക് ആണല്ലേ? ലൈറ്റ് പിങ്ക് ആണല്ലേ? ഇതിനെത്ര? 150 രൂപ അല്ലേ? ഓക്കെ. പിന്നെ ഇത് ലളിത് ഗുവ എന്ന് പറയും. ഇത് 150 രൂപയാണ്. അതെ, ഇതൊക്കെ നമുക്ക് പൂട്ട് തന്നെയാണ്. പൂട്ടാണ്. ഇതാണ്ട് പൂട്ടത്തെ എടുത്ത് കാണിച്ചത്. ഓക്കെ. ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റുകളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടോ പൂവിട്ടിക്കണ് 150 രൂപയ്ക്കല്ലേ? ഇത് VNR ഗുവയാണ്. ഇതൊക്കെ 150ആണ്. ഇതെടുക്കേ ഈ പ്ലാന്റ് പറഞ്ഞോളൂ ഒന്നുകൂടി. ഇത് VNR ഗുവയാണ്. ഇത് 150 രൂപയാണ്. ഇതൊക്കെ ഫ്ലവർ ഇട്ടതാണ്. ഈ പേരന്റെ പ്രത്യേകത എന്താ? ഇത് ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പേരൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം മീഡിയം സൈസ് വലിപ്പമാണ്, ഒത്തിരി കായ്ക്കും, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പേരയൊക്കെയാണ്. സ്ട്രോബെറി ഗുവ യെല്ലോ ആണ് കേട്ടോ. ഇതെല്ലാം കായ്ച്ച് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള വെറൈറ്റി പേരയാണിത്. പേരയ്ക്കൊക്കെ നമ്മളിത് മുറിച്ച് നമ്മളിത് കഴിക്കുമ്പോൾ നമ്മൾ ആ സ്ട്രോബെറി എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ ഫലം ഇതിനകത്തുണ്ട്. അത്യാവശ്യം നല്ല വെറൈറ്റി നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. ഈ പ്ലാന്റിനൊക്കെ നമ്മൾ എന്താ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 1000 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ കണ്ട് വരുന്നവർക്ക് പറഞ്ഞതുപോലെ സ്പെഷ്യൽ ഓഫർ ഉണ്ട്. സ്പെഷ്യൽ ഓഫർ ഒരു 800 രൂപ കൊടുക്കും. തീർച്ചയായിട്ടും കൊടുക്കും. 800 രൂപ കൊടുത്ത് വാങ്ങിക്കാൻ നമുക്ക് വേണ്ട, കുറച്ച് പൈസയ്ക്ക് മതി എന്നുള്ളവർക്ക് 600 രൂപയ്ക്ക്. ഇതിലൊക്കെ ഫ്ലവർ വന്നിട്ടുള്ള തൈകളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇതാണ്ട് നല്ല ഭംഗിക്ക് നിൽക്കുന്നതാണ്. നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ്. സപ്പോട്ടയാണ് നമ്മളിത് കാണിക്കുന്നത്. ഇത് സപ്പോട്ട ഇത്രയും വലിയ തൈകളൊക്കെ നമ്മൾ 600-700 രൂപയ്ക്കൊക്കെ ഞങ്ങൾ സെയിൽ ചെയ്യുന്നത്. ഇത് വെറൈറ്റി വരുന്നത്? ഇത് പിന്നെ ക്രിക്കറ്റ് ബോൾ സപ്പോട്ടയാണ്. എല്ലാം കായ്ച്ച് നിൽക്കുന്ന തൈകളാണ്. ഫ്രൂട്ടോട് കൂടിയ തൈകളാണ്. 600 രൂപയാണല്ലേ? അതെ. അതിലെന്തെങ്കിലും നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും ചെറുതായിട്ട്? കുറച്ച് വിലയ്ക്ക് നമ്മൾ ഇട്ടിന്ന് കാഴ്ച നിൽക്കുന്നത്. എന്നാലും വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് എന്തായാലും നമുക്കൊരു സ്പെഷ്യൽ ഓഫർ കൊടുക്കല്ലേ? തീർച്ചയായും. ഇത് അതൊന്നും അല്ല, ഇതൊരു സ്പെഷ്യലാണ്. ഇത് ജംബോ സപ്പോട്ട. ജംബോ സപ്പോട്ട. അതെ, ടായ്ക്കിങ് എന്ന് പറയുന്നത്. സപ്പോർട്ട് നല്ല സൈസാണ്, നല്ല വലിപ്പമുള്ള ഫ്ലവറൊക്കെ ആയി വരാറായിട്ടുള്ള തൈകളാണിത്. ജംബോ സപ്പോട്ടയാണിത്. ഈ സപ്പോട്ടകളെല്ലാം നമ്മളെ കാലാവസ്ഥയ്ക്ക് ഓക്കെ? തീർച്ചയായിട്ടും പിടിക്കും. പിന്നെ ഏതൊക്കെയാ വരുന്നത്? ഇനി അടുത്ത് ബനാന സപ്പോട്ട. ഈ ജംബോ സപ്പോട്ടയ്ക്ക് എങ്ങനെ റേറ്റ്? 600 രൂപയാണ്. സെയിം റേറ്റ് ആണ്, 600 അല്ലേ? ഇത് നമ്മളെ ബനാന സപ്പോട്ടയാണ്. സപ്പോട്ടകളുടെ ടേസ്റ്റ് ബനാന സപ്പോട്ടയ്ക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ള അറിവ്. ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സപ്പോർട്ടാണ് ബനാന സപ്പോട്ട. നല്ല നമ്മുടെ ചെറുപഴത്തിൻ്റെ പോലെ നീളമുള്ള
ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇപ്പൊ ഈ തൈ ഒക്കെ വെച്ച് നമുക്ക് എത്ര സമയം കൊണ്ട് റിസൾട്ട് കിട്ടും? ഓ ഇത് ഈ ഒരു സൈസ് ഇതാണ്ട് ഫ്ലവർ വന്ന തൈകളാണ്. ഇനി സമയങ്ങളൊന്നും പോകണ്ട, കായ വന്നിട്ടുണ്ട്. ഇവിടെ ഫ്ലവർ വന്ന തൈകൾ തന്നെയാണല്ലേ? ഇത് മട്ടോവ ഫ്രൂട്ടിന്റെ തൈകളാണ്. ഇത്രയും വലിപ്പമുള്ള തൈകൾ ഞങ്ങൾ 600-700 രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യുന്നത്. 700 രൂപ എന്ന് പറയാൻ ഇതൊക്കെ പർപ്പിളുണ്ട് ഇതിനകത്ത്, പർപ്പിളുണ്ട്. ഇത് പർപ്പിൾ എന്ന് പറഞ്ഞാൽ മട്ടോവയിൽ തന്നെ ഏറ്റവും സ്പെഷ്യലാണ് പർപ്പിൾ. നല്ല വെയിൽ കൊള്ളുന്ന അത്യാവശ്യം നല്ല രീതിക്ക് ഫ്രൂട്ട് കായ്ക്കുന്നതാണ് മട്ടോവ. വില്ലയുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട്. റെഡ്, വൈറ്റ്, ഓറഞ്ച്, നല്ല 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 ഇത് അടുക്കി നിൽക്കുന്നുണ്ടോ, ഇതൊക്കെ നല്ലൊരു കളക്ഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്താണ്ട് ഇതൊക്കെ മിനിയേച്ചർ ടൈപ്പാണ്. അത്യാവശ്യം ഒത്തിരി ഞങ്ങളുടെ കയ്യിൽ കളക്ഷൻ ഉണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ഓഫറിൽ ഞങ്ങൾ ബോഗൺവില്ല തരും, ഉറപ്പാണ്. കണ്ടോ, ബോഗൺവില്ലന്റെ ഒരുപാട് മനോഹരമായ കളക്ഷൻസ് തന്നെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബോഗൺവില്ല മാത്രമല്ല, ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ഇവിടെ കാണാനുണ്ട്. റോസിന്റെ തന്നെ നല്ലൊരു കളക്ഷൻ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക്. റോസൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? 30 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. 30 രൂപയ്ക്ക് കൊടുക്കാം. ഏതാ 30 രൂപേന്റെ തൈകളൊക്കെ വരുന്നേ? ഈ ഒരു കവർ സൈസിലുള്ള 30 ആണോ വരുന്നത്? അതെ അതെ. ജമന്തി, അതുപോലെ എന്താണ്ട് യുജീനിയ, പിന്നെ ഷെഫ്ലോറ, ലോറ പെട്ര, ജെറബറ, ബോളരളി, പിന്നെ നന്ദിയാർ വട്ടം, മിനിപ്പ, ഇതെല്ലാം ഔട്ട്ഡോർ നല്ല വെറൈറ്റി. നമുക്ക് കുറച്ച് മെനക്കെട്ടാൽ നല്ല ഭംഗിക്ക് നമ്മുടെ വീടിൻ്റെ പുറംഭാഗം സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ. കടപ്പിലാവ് ബഡ് തൈകളാണ്. ബഡ് ആണല്ലേ വരുന്നത്? ബഡാണ്. ഇതൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ടാണ് കിട്ടുക? 3 വർഷമാണ്. 3 വർഷം. ബഡ് ആയാലും 3 വർഷം പിടിക്കില്ല നമുക്ക്? എടുക്കും, പെട്ടെന്നാകില്ല. എങ്ങനെ ഇതിന്റെയൊക്കെ റേറ്റ്? ഇതൊക്കെ 200 രൂപയാണ്. 200. അത്തിന്റെ നല്ലൊരു കളക്ഷൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇസ്രായേൽ നെത്തിന്റെ കാഴ്ചയ്ക്കുന്ന അത്തികളുണ്ട്. ഇതൊക്കെ 200 രൂപയാണ്. ഒന്ന് തൈ എടുത്ത് കൈ പിടിക്കും, അതിന്റെ സൈസ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ എങ്ങനെ വരുന്നേ? 200 രൂപയാണ്. 200 രൂപയാണല്ലേ? ഇത് സീറ്റമ്പഴം. അമ്പഴം നമുക്ക് അച്ചാറിടാനൊക്കെ പറ്റിയ ഐറ്റല്ലേ? സീറ്റാണെന്ന പച്ചല് കഴിക്കും ചെയ്യല്ലേ? ഈ തൈക്ക് നമുക്ക് 400 രൂപയ്ക്ക് കൊടുക്കാം. 400 രൂപ കൊടുക്കാം. ആ ഓക്കെ, അടിപൊളി തൈകളാണല്ലോ. ഹോം ഗ്രൗണ്ട് പുലാസാന്റെ തൈകളാണ്. ഇതൊക്കെ 1000 രൂപയാണ് ഇവിടെ വില. ഹോം ഗ്രൗണ്ട് ആണ്. ഇതൊക്കെ നമുക്ക് എത്ര സമയം കൊണ്ട് റിസൾട്ട് അവർ പറയണേ? ഇത് നമുക്ക് എന്തായാലും ഇത് 3 വർഷമാണ്. കുറഞ്ഞത് 3 വർഷം എടുത്താൽ ഇത് കായ്ക്കത്തുള്ളൂ. നമ്മൾ പെട്ടെന്നൊന്നും കായ്ക്കുന്നൊന്നും പറഞ്ഞ് ആരെയും കൊണ്ട് വാങ്ങിപ്പിക്കത്തില്ല. കുറഞ്ഞത് 3 വർഷം നമ്മൾ പരിചരിക്കണം. അത് നന്നായിട്ട് നോക്കിയാലേ കിട്ടുള്ളൂ. നമുക്ക് അടിവളം കൊടുക്കണം. 3 മാസം കൂടുമ്പോൾ എന്തെങ്കിലും വളം അതിന് കൊടുക്കണം. വാങ്ങിച്ചു കൊണ്ട് പോയിട്ട് മൈൻഡ് ചെയ്യാതിരുന്നിട്ട് കായ്ച്ചില്ല എന്ന് ആരും പറയരുത്. ഓക്കെ. തൊട്ട് വെക്കൽ എനിക്ക് തോന്നുന്നു കോട്ടയം പെട്ടാ തോന്നുന്നു അല്ലേ? അതെ. ഇതൊക്കെ 800 രൂപയാണ്. പിന്നെ ഇതാണ്ട് കായ്ച്ചു നിൽക്കുന്ന ഇസ്രായേലി ഓറഞ്ച് ആണ്. കണ്ടേ, ഇസ്രായേൽ ഓറഞ്ച് അല്ലേ? ഇതൊക്കെ എങ്ങനെയാ കായ്ച്ചു? 250 രൂപയാണ്. 250. ഇത്രയും വലിയ പ്ലാന്റിനല്ലേ? ഓക്കെ. അനാറ് വരുന്നുണ്ടല്ലോ. അനാറും ഒക്കെ 250 തന്നെയാണ് വരുന്നല്ലേ? അനാറ് നമ്മളെ ഈ റിസൾട്ടിന് ഓക്കെ ആണോ? അത് ആകുന്നുണ്ടല്ലേ? ഓക്കെ. ചാമ്പയാണല്ലോ. ബെൽചാമ്പയ്ക്ക് എങ്ങനെ റേറ്റ്? 300 രൂപയാണ്. 300 രൂപ. എന്തെങ്കിലും ഓഫർ ഇടാണ്ടോ? അതും നമ്മള് എന്തായാലും സ്പെഷ്യൽ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. ഈ 300 എന്തായാലും സ്പെഷ്യൽ ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഒരു പ്രത്യേകം പരിചയപ്പെടുത്താനുള്ളത് ഇത് കിങ് കോങ് ആണ്. കിങ് അങ്ങനെ കിടക്കുന്ന അതെ കിങ് കോങ് ചാമ്പ. ചാമ്പയിൽ നല്ല വലിപ്പമുള്ളതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള പുതിയ വെറൈറ്റിയാണ്. ഇതിന്റെ റിസൾട്ട് ഒക്കെ നമുക്ക് എത്ര സമയം കൊണ്ട്? ഇത് ഞാൻ പറയല്ലേ, നമുക്ക് കുറഞ്ഞൊരു പ്ലാന്റിൽ നമ്മൾ വളർത്തിയെടുത്ത് വളം എല്ലാം കൊടുത്ത് 3 വർഷമാണ് കുറവ്. ഇതിന് മുന്നേ പൂവിടാൻ കായ്ക്കൊക്കെ ചെയ്യാം. കുറഞ്ഞത് നമ്മൾ 3 വർഷം നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റും. 3 വർഷം നമ്മൾ പറയും. അതിന്റെ ഉള്ളിൽ റിസൾട്ട് ഷുവർ ഉറപ്പാണ്. ഓക്കെ. തൊട്ട് ബാക്കിൽ നമ്മുടെ സീതപ്പഴം റെഡ് വരുന്നുണ്ട്. അതെ. ഇതൊക്കെ 250 രൂപയാണ്. ഈ ഒരു പ്ലാന്റിന് 250 രൂപ വരും. സീതപ്പഴം ഗ്രീന് വരുന്നുണ്ട്. ഗ്രീനും ഉണ്ട് റെഡും വരുന്നുണ്ടല്ലേ? ഇതൊക്കെ എങ്ങനെ രണ്ടും റേറ്റ് വരുന്നത്? ഇതൊക്കെ റേറ്റ് 250 രൂപ റേറ്റ് തന്നെയാണ്. രണ്ടും സെയിം റേറ്റ് തന്നെ വരുന്നല്ലേ? ഇത് സ്റ്റാർ ഫ്രൂട്ട് 200 രൂപ. പണ്ട് മുതലേ എല്ലാവരും കഴിച്ചത് നല്ല മധുരമുള്ള സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടാണ്. പുളി കുറഞ്ഞിട്ട് നല്ല മധുരമാണ്. എങ്ങനെ റേറ്റ് വരുന്നത്? 200 രൂപ. 200 രൂപ. ഭാഗത്തൊക്കെ പൂവോടും കായോടും കൂടി നിൽക്കണ്ടല്ലേ? ഇതൊക്കെ സെയിം റേറ്റ് അല്ലേ? എല്ലാം 200 രൂപ.